ഇത് നമ്മുടെ വൈപ്പിലുള്ള വിനോദേട്ടനാണ്. നമ്മളുടെ ഗോഗോ 7012 എടുത്ത ഒരു കസ്റ്റമറാണ്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്, എങ്ങനെയുണ്ട് ഏണിങ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് നേരിട്ട് ചോദിക്കാം. നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്നത് ഡീസൽ വണ്ടി ആയിരുന്നില്ലേ? ആ ഡീസൽ വണ്ടി ഓടിച്ചിട്ട് EV-യിലേക്ക് മാറിയപ്പോഴത്തേക്കുള്ള ഒരു ഡിഫറൻസ് എന്താ ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത്? മനസ്സിനൊരു സന്തോഷമുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സൗണ്ടും ഒച്ചപ്പാടും ഒന്നുമില്ലാതെ വളരെ ക്വയറ്റായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് പോകാവുന്ന ഒരു വാഹനമാണ്. ചില വണ്ടികളിലൊക്കെ കയറി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുകളോട് പോലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഒച്ചത്തിൽ സംസാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അവർ ആ ഒച്ചയെല്ലാം മതിയാക്കിക്കൊണ്ട് വളരെ രഹസ്യമായിട്ട് തന്നെ പറയണം. നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾ കൂടി കേൾക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഭയത്തോടു കൂടി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ആ ഒരു വ്യത്യാസം. അവരിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് യാത്ര ചെയ്യുന്നത്. പഴയ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. പക്ഷേ ഇതിൽ നമ്മളറിയാതെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു രീതിയാണ് ഈ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് നമ്മൾ എക്സ്പെൻസ് ഇല്ല, ഒന്നുമില്ല, നമ്മൾ ഓടിയ കാശ് നേരെ കീസിൽ വെക്കുക, വീട്ടിലേക്ക് പോവുക. ചേട്ടൻ വണ്ടി എടുത്തപ്പോഴേ വണ്ടി എങ്ങനെയൊക്കെ ഓടിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നില്ലേ? അതനുസരിച്ച് തന്നെയല്ലേ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്? ആ രീതിയിൽ തന്നെയാണ്. കാരണം നമുക്ക് പുതിയൊരു വാഹനമാണല്ലോ, അപ്പോൾ നമ്മളത് നിർദ്ദേശം കിട്ടിയിട്ടുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതങ്ങനെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു 30-35 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് വേണം വണ്ടി സ്പീഡ് ഓടിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതും, അതുപോലെ തലേ ദിവസം ഒരു 10 കിലോമീറ്റർ മുമ്പേ എങ്കിലും സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് 25-30 എന്നുള്ള ഒരു റേഞ്ച് ക്രമീകരിച്ച് വേണം വീട്ടിലേക്ക് എത്തിക്കാനെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ തലേ ദിവസം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് വണ്ടി സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ റേഞ്ചും കാര്യങ്ങളും ഒക്കെ വണ്ടിയിൽ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതോടുകൂടി തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് മിനിമം ഒരു 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് ശേഷം മാത്രമാണ് ചാർജ് ചെയ്യാനായിട്ട് കുത്താൻ പാടുള്ളൂ. അത് ഓട്ടോ കട്ടാണല്ലോ, അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് കുത്തിയിട്ടാലും വണ്ടി ഫുള്ളായിട്ട് ചാർജായിട്ട് തന്നെ ഓഫായിക്കോളും, തനിയെ ഓഫാകും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കമ്പനി പറയുന്ന ഒരു മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. നമ്മളൊരു ഡീസൽ വണ്ടി അല്ലേ ആദ്യം ഓടിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആ വണ്ടിക്ക് നമ്മൾ ഒരു 200 കിലോമീറ്റർ ഒക്കെ ഓടണമെങ്കിൽ ചേട്ടന് എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നു? ചുരുങ്ങിയതൊരു 700-800 രൂപയുടെ ഡീസലെങ്കിലും അടിച്ചാലും അത് 200 കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അതിൻ്റെ ഒരു 4-1 ഭാഗം മാത്രമേ നമുക്ക് എനർജിനകത്ത് ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസം. പെട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിലും അത്രയും തന്നെ പൈസ ചിലവാക്കേണ്ടി വരും. കാരണം നമുക്ക് ചിലവ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമുക്കൊരു 100 രൂപയ്ക്ക് ഈ പറഞ്ഞ ഒരു 200 കിലോമീറ്റർ സുഖമായിട്ട് സമാധാനമായിട്ട് ഓടിക്കാം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വലിയ കാര്യമായിട്ട് വരുന്നില്ല. തീർച്ചയായിട്ടും കമ്പനിയുടെ സീറ്റിലിരുന്ന് യാത്ര വണ്ടി റൈഡ് ചെയ്യുമ്പോഴും നമുക്ക് വേറെ ക്ഷീണമൊന്നുമില്ല. വൈകുന്നേരം പോയി കുഴമ്പിട്ട് കുളിക്കാൻ അങ്ങനെയുള്ള കാര്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമാണ്, ശരീരത്തിനും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്, കീസക്കും നല്ലതാണ്. ഓക്കെ, 251 കിലോമീറ്റർ ആണ് കമ്പനി റേഞ്ച് പറഞ്ഞിരുന്നത്. കുറേ കൺഫ്യൂഷൻസ് നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 251 എന്നുള്ളതിൽ നിന്ന് ശരിക്കും ചേട്ടന് ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കിലോമീറ്റർ റേഞ്ചിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? പക്ഷേ 251 എന്നുള്ളത് ആദ്യം നമ്മൾ ചാർജ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ റേഞ്ച് കാണിക്കുന്നത് ചിലപ്പോൾ എനിക്കിപ്പോൾ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം 246 റേഞ്ച് കാണിച്ചെങ്കിലും ആ കിലോമീറ്റർ കിട്ടില്ല. എങ്കിലും 210, 215, 20 ആ രീതിയിലേക്കുള്ള ഒരു മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഷുവറാണ്. ചേട്ടാ, ഇനി സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇനി ഈ വണ്ടി വേറെ ഒരാൾക്ക് ചേട്ടൻ എത്ര സന്തോഷത്തോടു കൂടി സജസ്റ്റ് ചെയ്യും ഈ വണ്ടി എടുക്കണം? എടുത്തോ? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയുള്ളൂ. കാരണം ഞാൻ ജോലി എടുക്കുന്ന പറയാൻ മറ്റുള്ളവരും ജോലി എടുക്കണമെന്നും അവർക്കും സന്തോഷത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിൽ നല്ല രീതിയിൽ പോകണമെന്നും അവരുടെ കുടുംബവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്, എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് മറ്റുള്ളവരെ ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യണം. കാരണം ഈ വണ്ടി വളരെ എനിക്ക് സാറ്റിസ്ഫാക്ഷനാണ്. എന്നോട് പല പ്രാവശ്യമായിട്ട് പല കൂട്ടുകാരും വന്ന് ചോദിക്കും എങ്ങനെയുണ്ട് പല അഭിപ്രായങ്ങൾ അവർ കേൾക്കണ്ടാവും. പക്ഷെ ഞാനെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുള്ളൂ. കാരണം പോസിറ്റീവാണ് എൻ്റെ അനുഭവമാണ്, ആ അനുഭവം മറ്റുള്ളവരിലേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട്
എന്നാൽ കഴിയാവുന്ന തരത്തിൽ ഈ വണ്ടി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഞാൻ നടത്തും. കാരണം അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു വിശ്വാസം, ഈ വണ്ടിയിലുള്ള വിശ്വാസം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ.